പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെ വില്യാപ്പള്ളി മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്യാപ്പള്ളി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് സംരക്ഷണം സംഗമം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി ബാബു ഒഞ്ചിയും സംഗമം ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ പേരും ജീവിത സന്ദേശവും ഭാരതത്തിൽ എക്കാലവും നിലനിൽക്കുമെന്നും ഗാന്ധിജിയെ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ മോദി സർക്കാരിന് കഴിയില്ലെന്നും DCC ജനറൽ സെക്രട്ടറി ബാബു ഒഞ്ചിയും അഭിപ്രായപ്പെട്ടു. പാവപ്പെട്ട ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് പോലും മഹാത്മജിയുടെ നാമധേയം വെട്ടിമാറ്റിയ മോദി സർക്കാർ ചരിത്രത്തോട് നീതികേടാണ് കാട്ടിയതെന്നും അദ്ദേഹം പറഞ്ഞു. 1947 ഇന്ത്യ സ്വതന്ത്രയായത് മുതൽ ഇങ്ങോട്ട് രാജ്യം കാണാത്ത, ലോകത്തൊരിടത്തും കാണാത്ത രൂപത്തിലുള്ള ഒരു വലിയ പദ്ധതി, അതായത് ഭരണഘടനയുടെ 21ാം അനുച്ഛേദത്തിൽ ഉൾപ്പെടുത്തി തൊഴിൽ ചെയ്ത് ജീവിക്കുവാനുള്ള അവകാശം മൗലികാവകാശമായി പ്രഖ്യാപിച്ചുകൊണ്ട് UPA സർക്കാർ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതിക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അതുവരെ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന സാമൂഹ്യ സാഹചര്യം, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയിട്ടുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, ആ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികൾ, ആ കർഷക തൊഴിലാളികൾ ഭൂവുടമകളുടെയും ജമീന്ദാർമാരുടെയും വലിയ ചൂഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. 2004 ആകുന്നത് വരെയും ആ ചൂഷണത്തിനും അവരുടെ ആ ഒരു ധിക്കാരപരമായ സമീപനത്തിനും ഒരു തരത്തിലുള്ള കുറവും നമ്മളുടെ രാജ്യത്ത് വന്നിരുന്നില്ല. കാരണം അതാത് പ്രദേശങ്ങളെ നിയന്ത്രിക്കുന്നത് അവരാണ് തൊഴിൽ നൽകുന്നത്. ജനങ്ങൾക്ക് നിത്യവും ജീവിച്ചു മുമ്പോട്ട് പോകുവാൻ ഈ ജമീന്ദാർമാരെ, ഈ ഭൂമുടമകളെ ആശ്രയിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം വന്നതോടുകൂടി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെ വില്യാപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്യാപ്പള്ളിയിൽ നടത്തിയ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വില്യാപ്പള്ളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CP ബിജു പ്രസാദ് അധ്യക്ഷത വഹിച്ചു. T ഭാസ്കരൻ, MP വിദ്യാധരൻ, പൊന്നാറത്ത് മുരളി, V ചന്ദ്രൻ, ദിനേശ് ബാബു കൂട്ടങ്ങാരം, KV ശാലിനി, ജാനകി CP, ബാബു പാറേമൽ, ഹരിദാസ് VP, VK ബാലൻ, രാജീവൻ കൊളാറ, ചന്ദ്രൻ കക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു.